സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 6ാം ക്ലാസ് താരീഖ്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പാഠങ്ങൾ പഠിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിക്കാം. ഒന്നാമത്തത് ശരി അടയാളപ്പെടുത്തുക എന്നൊരു ചോദ്യമാണ്. അതിലൊന്ന് വെള്ളി നാണയം ഏതാണ്? ദിർഹമാണ്. ഇനി സ്വർണ്ണ നാണയമാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ ഏതെഴുതണം? ദീനാർ എഴുതണം. അപ്പോൾ ഇവിടെ വെള്ളി നാണയമാണ് ചോദിച്ചത്, അതുകൊണ്ട് ദിർഹം. രണ്ടാമത്തത് ബൈത്തുൽ മാൽ ഏതാണ്? ബൈത്തുൽ മാലിനോട് ഇവിടെ ചോദിച്ചത് പൊതുഖജനാവ് എന്നാണ് ബൈത്തുൽ മാലിൻ്റെ മാന വരുന്നത്, അർത്ഥം വരുന്നത്. പിന്നുള്ളത് പള്ളി എന്നും പിന്നെ ബാങ്ക് എന്നും രണ്ടും യോജിക്കില്ല. പൊതുഖജനാവ്. മൂന്നാമത്തത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഇതിൽ ചോദിച്ചത് ഏതാണ്? ഒന്നാം ഖലീഫ, രണ്ടാം ഖലീഫ, മൂന്നാം ഖലീഫ. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫയായിരുന്നു. നാലാമത്തത് ഖുർആൻ മനഃപ്പാഠമാക്കിയവർ മുസ്ലിംകൾ, ഹാഫിളുകൾ, മുർത്തദ്ദുകൾ. ഹാഫിളുകൾ എന്നാണ് ശരിയായത്. ഇനി 5 ഒന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ശരി. ഇനി 6 മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ശരി. ഏഴാമത്തത് സമാധാന കരാർ, അതിന് ഏതാണ് ഇവിടെ ചോദിച്ചത്? ജിസിയയാണ്. ജിസിയ എന്ന് പറഞ്ഞാൽ ചുങ്കം കൊടുക്കുക, പൈസ കൊടുക്കുക എന്നതല്ല. കിതാബ് അതുമല്ല. സുൽഹാണ്. സുൽഹ് എന്ന് പറഞ്ഞാൽ മസ്ലഹത്താക്കുക. സമാധാന കരാറുകൾക്കാണ് സുൽഹ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡൽ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് പാഠഭാഗം നന്നായി നമ്മൾ വായിക്കുകയാണെങ്കിൽ വേഗം നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഇനി രണ്ടാമത്തത് ഉത്തരം എഴുതുക എന്ന ചോദ്യമാണ്. 5 പ്രധാന ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം എത്രയാണ്? 2 വർഷവും 3 മാസവും 8 ദിവസവുമാണ്. കൃത്യമാണ്. 2 വർഷം 3 മാസം. അപ്പോൾ 2, 3 അത് നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ വളരെ എളുപ്പമുള്ളതാണ്. പിന്നെ 8 ദിവസം എന്നതിൻ്റെ കൂട്ടത്തിൽ ഓർത്തു വെച്ചാൽ മതി. രണ്ടാമത്തത് മുസ്ഹഫ് പകർത്തി എഴുതാൻ ആരോടാണ് പറഞ്ഞത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോടാണ് പറഞ്ഞത്. പകർത്തി എഴുതിയ ആൾ ആരാണെന്ന് ചോദിച്ചാൽ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. മൂന്നാമത്തത് ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് അയച്ച അനുഭവസമ്പന്നരായ സ്വഹാബികൾ ആരെല്ലാം? നല്ല പരിചയമുള്ള ഉമർ റളിയല്ലാഹു അൻഹു അയച്ച സ്വഹാബിമാരിൽപ്പെട്ടവരാണ്. ഒന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, മറ്റൊന്നുണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഇവർ സ്വഹാബികളിലെ നല്ല പരിചയസമ്പന്നരായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഖാലിദ് ബിൻ വലീദൊക്കെ ഒരു യുദ്ധത്തിന് പോയാൽ ആ യുദ്ധം ഉറപ്പായും ജയിച്ചിരിക്കും. കാരണം അത്രയും പരിചയസമ്പത്ത് അവർക്കതിലുണ്ട്. നാലാമത്തത് ഈ ഭാരം ഞാൻ ചുമന്നോളാം എന്ന് പറഞ്ഞ അസ്ലമിയോട് ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി എന്തായിരുന്നു? അന്ത്യനാളിൽ എൻ്റെ ചുമടുകൾ നീ വഹിക്കുമോ എന്നായിരുന്നു. അന്ത്യനാളിൽ എൻ്റെ ചുമടുകൾ നീ വഹിക്കുമോ എന്നാണ് അദ്ദേഹത്തിനോട്, അസ്ലമിയോട് ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി. ഇനി അഞ്ചാമത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തെക്കുറിച്ച് ഗാന്ധിജി എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിൻ്റെ ഭരണമാണ്. അതാണ് നമ്മുടെ മഹാത്മാഗാന്ധി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തെക്കുറിച്ച് പറഞ്ഞത്. ഇനി മൂന്നാമത്തത് 2 വീതം എഴുതാം എന്ന ചോദ്യമാണ്. അതിലൊന്നാമത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സാംസ്കാരിക ഭരണ നേട്ടങ്ങളിൽ നിന്ന് 2. ഒന്ന് ഹിജ്റ കലണ്ടർ, അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങൾ. ഇത് രണ്ടും സാംസ്കാരിക നേട്ടങ്ങളിൽ പെട്ടതാണ്. ഇനി രണ്ടാമത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന ഭരണ നേട്ടങ്ങൾ. ഒന്ന് ഖുർആൻ സമാഹരണമാണ്. ഖുർആൻ സമാഹരണം. പിന്നെ സക്കാത്ത് നിഷേധികൾക്കെതിരെയുള്ള പോരാട്ടം. അതിൽ വരുന്ന മറ്റൊരു കാര്യമാണ്
കള്ളപ്രവാചകന്മാർക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പോരാട്ടവും. ഇനി മൂന്നാമത്തെ ചോദ്യം, കള്ളപ്രവാചകന്മാർ ആരൊക്കെയാണ്? മുസൈലിമത്തുൽ കദ്ദാബുണ്ട്, തുലൈഹയുണ്ട്, അസ്വദുൽ അൻദസിയുണ്ട്, സജാഹ്. അപ്പോൾ ഇവരാണ് കള്ളപ്രവാചകന്മാരായി വന്നിരുന്നത്. ഇനി നാലാമത്തത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമനായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. പല കാര്യങ്ങളിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമനാണ്. ഇസ്ലാം സ്വീകരിച്ച ആദ്യ പുരുഷൻ എന്ന നിലയ്ക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമനാണ്. പിന്നെ ഖലീഫമാരിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമനാണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമനായ കാര്യങ്ങളിൽ ഇനി മറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നാലാമത്തത്, യോജിച്ചവ ചേർക്കുക എന്ന ചോദ്യമാണ്. അതിൽ ഒന്നാമത്തത്, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് യോജിച്ചത് എന്താണ്? അമീറുൽ മുഅ്മിനീൻ എന്നാണ്. അപ്പോൾ അവരറിയപ്പെടുന്നതാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ്. ഇനി രണ്ടാമത്തത്, യമാമ യുദ്ധം ഏതാണ് യോജിച്ചത്? ഹിജ്റ 2-ാം വർഷമാണ് യമാമ യുദ്ധം നടക്കുന്നത്. ഇനി മൂന്നാമത്തത്, ചാരവർഷം എന്ന് വിശേഷിപ്പിച്ചല്ലോ, അത് ഏതാണ് ഇതിനോട് യോജിച്ചത്? ആമുർ റമാദാണ് ചാരവർഷം. ഇനി നാലാമത്തത്, ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആദ്യം ബൈഅത്ത് ചെയ്തത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അതാണ് യോജിച്ചത്. ഇനി അഞ്ചാമത്തത്, നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ്. ആറാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നബി കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ സ്വഹാബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇനി അഞ്ചാമത്തത്, പൂർത്തിയാക്കുക എന്നതാണ്. അതിലൊന്നാമത്തത്, ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അബ്ദുല്ലാഹിബ്നു സബ എന്ന മുനാഫിക്ക് കുപ്രചാരണങ്ങൾ നടത്തി. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ കുപ്രചാരണങ്ങൾ നടത്തിയ വ്യക്തി ആരാണ്? അബ്ദുല്ലാഹിബ്നു സബ ആണ്. രണ്ടാമത്തത്, സുബഹ് നിസ്കരിച്ചു കൊണ്ടിരിക്കെ അബൂ ലുഅ്ലുഅ എന്ന ശത്രുവിൻ്റെ വെട്ടേറ്റായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്. മൂന്നാമത്തത്, ജിസിയ സംവിധാനം വഴി അമുസ്ലിമീങ്ങൾക്ക് അഥവാ നികുതി അമുസ്ലിമീങ്ങളായ ആളുകൾ നികുതി കൊടുക്കുന്നതോടൊപ്പം അവർക്ക് മതസ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ ആ തുക ജിസിയ തുക കൊടുക്കുമ്പോൾ അവർക്ക് മതസ്വാതന്ത്ര്യവും സുരക്ഷയും ലഭിക്കും. അവിടെ ചുരുക്കി എഴുതിയതാണ് കേട്ടോ. നാലാമത്തത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ തൊട്ടടുത്ത് ഹുജറത്തു ഷരീഫയിലാണ്. ഇനി അടുത്തത്, അർത്ഥം എഴുതുക എന്ന ചോദ്യമാണ്. ആറാമത്തത്, അതിലൊന്ന്, അല്ലാഹുമ്മ അർള അൻ ഉസ്മാന ഫ ഇന്നി അൻഹു റാളിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. അള്ളാഹുവെ, നീ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തൃപ്തിപ്പെടണം, അദ്ദേഹത്തെ ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തത്, അല്ലാഹുമ്മ റുസുഖ്നി ഷഹാദത്തൻ ഫീ സബീലിക. പടച്ചോനെ, നിൻ്റെ മാർഗത്തിൽ എനിക്ക് ഷഹീദായിട്ടുള്ള മരണം നൽകണം. വജിഅൽ മൗതി ഫി റസൂലിക. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിലാവണം, അവിടെയാവണം എന്നാണ് അതിൻ്റെ ആശയം വരുന്നത്. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. രണ്ടുമൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി പറയപ്പെട്ട രൂപത്തിലൊക്കെ നമ്മൾ നന്നായി പഠിക്കുക. എല്ലാവർക്കും നല്ല ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിജയം ഉണ്ടാവട്ടെ. ഇനിയും നമുക്ക് വീഡിയോകൾ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. ചെയ്യാത്തവർ ചെയ്യുക, ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ അൽഹംദുലില്ലാഹി താങ്ക്സോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.